നല്ല കിടിലം പ്രണയം. ഒരു ഒന്നൊന്നര പ്രണയം. അതിൻ്റെ കോഡ്സും റൈറ്റിങ്സ് ആയിട്ടാണ് ഇപ്രാവശ്യവും ഞാൻ വന്നിട്ടുള്ളത്. സോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഞാൻ ഹാബിൽ, എപ്പിസോഡ് നമ്പർ 33, ലവ് കോഡ്സ് ആൻഡ് ലവ് റൈറ്റിങ്സ്. എനിക്കറിയാം, കഴിഞ്ഞ 2 വീഡിയോയിൽ ഇത് തന്നെയാണ് നമ്മൾ പറഞ്ഞത്, കംപ്ലീറ്റ് ലവ് കോഡ്സ് ആണ്. അപ്പോൾ ഇപ്രാവശ്യം ഞാനിത് പറയാൻ വേണ്ടിയിട്ടുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ, എടാ, പ്രണയം എന്ന് പറയുന്നത് ഭയങ്കര രസമുള്ള പരിപാടിയല്ലേ. ഒന്നുമില്ലെങ്കിൽ നമ്മൾ സ്നേഹത്തിൻ്റെ കോഡ്സ് അല്ലേ പറയുന്നത്, സ്നേഹത്തിൻ്റെ റൈറ്റിങ്സ് അല്ലേ പറയുന്നത്. അപ്പം ഇപ്രാവശ്യവും നമ്മൾ പ്രണയത്തിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. പ്രണയത്തിൻ്റെ കോഡ്സിന് വേണ്ടിയിട്ടാണ്. അടുത്ത വീഡിയോ എന്തായാലും നമ്മൾ ലവ് കോഡ്സ് മാത്രമായിരിക്കില്ല, മറ്റ് പല കോഡ്സ് ഇൻക്ലൂഡ് ചെയ്യും. മോസ്റ്റ്ലി അത് ലൈക്ക് നമ്മൾ എന്താ പറയുക, ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ കോമൻറ്റ് സെക്ഷനിലെ കോഡ്സ് എടുക്കാനാണ് എപ്പിസോഡ് നമ്പർ 34 ചാൻസസ് കൂടുതൽ. അപ്പോൾ ഇപ്രാവശ്യം നമുക്ക് ലവ് കോഡ്സ് മാത്രം. പിന്നെ ഈ ലവ് കോഡ്സിന് നമ്മൾ ഒരുപാട് എക്സ്പ്ലനേഷൻ ഒന്നും കൊടുത്ത് വലിച്ചു നീട്ടി ഇത് ബോറാക്കുന്നില്ല. നമ്മൾ ഇതിൽ ഒരുപാട് ടാലൻറ്റഡ് ആയ ആളുകൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് എഴുതിയ കുറച്ച് കോഡ്സും റൈറ്റിങ്സും ഉണ്ട്. അത് കുറച്ച് ആളുകളിലേക്ക് എത്തിക്കുക, അതാണ് ഞാൻ ചെയ്യുന്നത്. അല്ലാണ്ട് ഞാനിത് എന്താ പറയുക, ഞാനിത് അവർ എഴുതിയതിനെ വലിച്ചു നീട്ടി പറഞ്ഞിട്ട് അങ്ങനെയൊന്നും ഞാൻ ചെയ്യുന്നില്ല. സോ ജസീറത്ത് എന്ന് പറയുന്നൊരു പേജ് പോസ്റ്റ് ചെയ്താണ്. എവിടെയോ ഉണ്ടായിരുന്ന എന്നെ പടച്ചോൻ നിൻ്റെ അടുത്തേക്ക് എത്തിച്ചിട്ടുണ്ടെങ്കിൽ ആ പടച്ചോൻ അതിലെന്തോ വലിയൊരു ഹയർ നമുക്ക് വേണ്ടി കണ്ടിട്ടുണ്ടാവണം. ഹയർ ആവട്ടെ എല്ലാവരുടെയും. സത്യസന്ധമായി ആഗ്രഹിക്കുന്നവരും സത്യസന്ധമായി നേടണമെന്ന് പ്രതീക്ഷിക്കുന്നവരുടെ ജീവിതത്തിലെല്ലാം ഹയറായി നടക്കട്ടെ. അത് ഇണയാണെങ്കിലും സ്വപ്നങ്ങളാണെങ്കിലും. ഞാൻ പറഞ്ഞു, ഇതിലൊന്നും ഇപ്പോൾ നമ്മൾ വേറെ കുറേ വലിച്ചേണ്ടി പറയേണ്ട ആവശ്യമില്ല. അടുത്തത് നസീബ ലിറ്റിലൻസ് എന്ന് പറയുന്നൊരു പേജ് പോസ്റ്റ് ചെയ്താണ്. മഹറിനാൽ തുന്നിച്ചേർത്ത പ്രണയം മണ്ണോട് ചേരും വരെ മനോഹരമായിരിക്കട്ടെ. ഞാൻ പറഞ്ഞില്ല, ഇതിൻ്റെ അപ്പുറത്തോട്ട് ഒന്നും പറയാനല്ലോ, ഒന്ന് ആലോചിച്ച് നോക്കി. മഹറിനാൽ തുന്നിച്ചേർത്ത പ്രണയം മണ്ണോട് ചേരും വരെ മനോഹരമായിരിക്കട്ടെ. അതായത് മരിക്കുന്ന ആ നാൾ വരെ മഹർ കൊടുത്ത നമ്മുടെ ഇണ മനോഹരമായി നമ്മോടൊപ്പം ജീവിക്കാൻ കഴിയട്ടെ. ഇതിൻ്റെ അപ്പുറത്തോട്ട് ഞാൻ ഒരു ലൈഫിനെ എങ്ങനെയാണ് പറയാ, എനിക്കറിയില്ല. ബ്യൂട്ടിഫുൾ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അടുത്തത് അബി റൈറ്റ്സ് എന്ന് പറയുന്നൊരു പേജ് പോസ്റ്റ് ചെയ്താ. പെട്ടെന്ന് അങ്ങനെ മനസ്സിൽ നിന്ന് നിന്നെ ഒഴിവാക്കാൻ കഴിയില്ല. കാരണം നീ എനിക്ക് വെറും ഒരു നേരം പോക്ക് മാത്രമായിരുന്നില്ല. ഒരാളെ ലൈക്ക് നമ്മൾ ജെന്യൂനായിട്ട് സ്നേഹിച്ച ഒരാളെ, വളരെ ആത്മാർത്ഥമായിട്ട് നമ്മൾ സ്വന്തമാക്കണമെന്ന് സത്യസന്ധമായി ആഗ്രഹിച്ച ഒരാളെ അത്ര പെട്ടെന്ന് നമുക്ക് മറക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് പോസിബിൾ ആക്ച്വലി. അധികം ആളുകളും ലൈക്ക് അങ്ങനെയല്ല, ഈ മറവി തന്നെ സത്യം പറഞ്ഞാൽ കുറേ ആളുകൾ ജസ്റ്റ് പറയുന്നു എന്നേ ഉള്ളൂ. അങ്ങനെ ഒരാളെ മറക്കാനൊന്നും നമുക്ക് പെട്ടെന്ന് കഴിയില്ല. പ്രത്യേകിച്ച് നമ്മൾ അത്രയും സ്നേഹിച്ച ഒരാളെ പെട്ടെന്ന് മറക്കാനോ, പെട്ടെന്ന് എന്നല്ല, വർഷങ്ങളെടുത്താൽ പോലും മറക്കാനും നമുക്ക് കഴിയില്ല. നമ്മുടെ ഉള്ളിൽ എവിടെയെങ്കിലൊക്കെ ഉണ്ടാവും, നമ്മൾ അവരെക്കുറിച്ച് ഓർക്കുന്നില്ല എന്നാണ് സത്യം കുറേ അങ്ങോട്ട് കഴിയുമ്പോൾ. അല്ലാണ്ട് നമ്മൾ മറന്നു പോകുന്നില്ല. നേരം പോക്ക് മാത്രമായ ആളുകളെയാണ് നമ്മൾ മറന്നു പോവുക. കാരണം അവർ ലൈക്ക് നമ്മളെ ലൈഫിൽ നമ്മൾ ടൈം പാസിന് വേണ്ടി ആരെങ്കിലുമൊക്കെ ആയിട്ട് കണക്ട് ആയിട്ടുണ്ടെങ്കിൽ അവരെ നമ്മൾ ഈസിലി നമുക്ക് മറക്കാൻ പറ്റും. ബട്ട് ജെന്യൂൻ ആയിട്ട് നമ്മൾ കൊണ്ടു നടന്നതെങ്കിൽ അത് എത്ര പെട്ടെന്ന് നമുക്ക് മറക്കാൻ പറ്റില്ല. ഇറ്റ്സ് എ ഫാക്ട് ആക്ച്വലി. അടുത്തത് മഴത്തുള്ളികൾ എന്ന് പറയുന്നൊരു പേജ് പോസ്റ്റ് ചെയ്താൽ. ഫൈനലി റിയലൈസ്ഡ്, നിന്നെപ്പോലെ ഒരാളെ എനിക്ക് കിട്ടില്ല. എന്തായാലേ, നമ്മൾ അത്രയും സ്നേഹിക്കുന്ന ഒരാളെ ലൈഫിൽ നമ്മൾ കണ്ടുമുട്ടി കഴിഞ്ഞാൽ നമ്മളെ മനസ്സിൽ പറയുന്നൊരു കാര്യവും നമ്മൾ ചിലപ്പം അയാളോട് പറയുന്നൊരു കാര്യം അതാണ്, നിന്നെപ്പോലെ ഒരാളെ ഇനി കിട്ടില്ല. ഇതിന് ആക്ച്വലി നെഗറ്റീവ് സൈഡിലും പറയട്ടോ, എന്നെ പോലെ ഒരാളെ എൻ്റെ ലൈഫിലാക്കുക അങ്ങനെയും പറയാം. പക്ഷെ നമ്മളതൊക്കെ വിട്ടിട്ട് പോസിറ്റീവ് സൈഡിൽ മാത്രമാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. AEKX യൂസർ നെയിമാണ്. എനിക്ക് മനസ്സിലായിട്ടുള്ളത് എങ്ങനെ വായിക്കാമെന്ന്. ബട്ട് ആക്ച്വലി ഇവരുടെ പേജ് എനിക്ക് ഓർമ്മയുണ്ട്, നമ്മൾ മുൻപ് വായിച്ചിട്ടുണ്ട്. നല്ല നല്ല റൈറ്റിങ്സ് ആണ് ഇവരുടെ പേജിൽ വരുന്നത്. ഇവരുടെ യൂസർ നെയിം എങ്ങനെ വായിക്കാമെന്ന് മാത്രം എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ചിലർ നമ്മുടെ ലൈഫിൽ അപ്രതീക്ഷിതമായി കടന്നു വരും. ഓക്കെ, ചിലർ നമ്മുടെ ലൈഫിൽ അപ്രതീക്ഷിതമായി കടന്നു വരും, പിന്നെ നമ്മുടെ എല്ലാമായി മാറും. അങ്ങനെയും ചിലർ അല്ലേ നമ്മളെ ജീവിതത്തിലൊക്കെ ഉണ്ടാവില്ല. റാൻഡമായിട്ട് വരും, റാൻഡമായിട്ട് പരിചയപ്പെടും, പിന്നെ കണക്റ്റായി നമ്മളെ ലൈഫിലെ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ എന്ന് പറയുന്ന ഒരു ലിസ്റ്റിലേക്ക് അവരും കടന്നു വരും. സത്യം പറഞ്ഞാൽ അതുണ്ടല്ലോ, അതൊരു ഹ്യൂമൻ മാജിക്കാണ്. ചില മനുഷ്യർക്ക് മാത്രമുള്ളൊരു കഴിവാണത്. റാൻഡമായിട്ട് മീറ്റ് ചെയ്യുക, റാൻഡമായിട്ട് പരിചയപ്പെടുക, പിന്നെ ഇവൻച്വലി അവർ നമ്മളെ വൺ ഓഫ് ദ മെയിൻ പ്രയോറിറ്റിയിലേക്ക് ഇങ്ങനെ കടന്നു വരും. അടുത്തത് എൻ്റെ സ്റ്റോറി എന്ന് പറയുന്നൊരു പേജ് പോസ്റ്റ് ചെയ്താൽ. ഒരിക്കൽ കൂടി ആവർത്തിക്കപ്പെടണമെന്ന് ആഗ്രഹിച്ച എന്തെങ്കിലും ഉണ്ടോ ലൈഫിൽ?
ചിലരോടൊപ്പം പങ്കിട്ട നിമിഷങ്ങൾ ഒരിക്കൽ കൂടി തിരിച്ചു കിട്ടിയിരുന്നെങ്കിലെന്ന് പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട്. കുറേ ആളുകൾക്ക് പറയാനുള്ളൊരു ഉത്തരം തന്നെയുണ്ട്. ലൈക്ക് ഇത് ഇപ്പോൾ ആക്ച്വലി ഞാൻ പറയട്ടെ, ഇത് ലവ് കോട്ടിൻ്റെ ഉള്ളിൽ മാത്രം വരുന്നൊരു കാര്യമല്ല. മേ ബി ഫ്രണ്ട്ഷിപ്സിലൊക്കെ ഇത് വരുന്നൊരു കാര്യമാണ്. കാരണം ലൈക്ക് ലൈഫിൽ കണക്റ്റ് ആകുന്ന ചില മനുഷ്യരുണ്ടടാ. ആ ചില മനുഷ്യരോടുള്ള സ്പെൻഡ് ചെയ്യുന്ന ചില മൊമെൻറ്റ്സ് ഉണ്ടാവും. മേ ബി നമ്മുടെ ലൈക്ക് എന്താ പറയുക, സ്കൂൾ കോളേജുകളിലെ ഫ്രണ്ട്സ് ആകാം, ഈവൻ യാത്രകളിൽ നമ്മൾ പരിചയപ്പെടുന്ന ആളുകളാകാം. ചില യാത്രേൻ്റെ ഒക്കെ പ്രത്യേകത എന്ന് പറയുന്നത്, ആ യാത്രയിൽ പരിചയപ്പെടുന്ന ആളുകൾ പിന്നെ നമ്മൾ ജീവിതത്തിൽ വേറെ ഒരു ദിവസം പോലും പിന്നെ കാണില്ല. ബട്ട് ആ ഒരു യാത്ര മനോഹരമാക്കിയതും നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല നിമിഷങ്ങൾ സമ്മാനിച്ചതും ആ വ്യക്തികളാവും. അപ്പം ഒന്നുകൂടെ ആവർത്തിക്കപ്പെടണമെന്ന് തോന്നുന്ന സമയത്ത് മേ ബി ലൈക്ക് പല ആളുകളും പറയുന്ന കാര്യങ്ങളിൽ ഇങ്ങനെ കുറേ ആളുകളൊക്കെ വരും. ബട്ട് ഇവിടെ നമ്മൾ ആക്ച്വലി ലവ് കോഡ്സിനെ മാത്രം വെക്കുന്ന സമയത്ത് കോഴ്സ് അങ്ങനെയും ചില ആളുകൾ. സോ ഗൈസ്, ഇതായിരുന്നു എപ്പിസോഡ് നമ്പർ 33 ലാസ്റ്റ് കോഡ്. ഈ വീഡിയോ ആക്ച്വലി വളരെ ഷോർട്ടായിരിക്കുമെന്ന് എനിക്കറിയാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എപ്പിസോഡ് 35 ഉള്ളിലാണല്ലോ കോമൻ സെക്ഷനിലെ കോഡ്സും റൈറ്റിങ്സും വെച്ചിട്ട് ചെയ്യാമെന്ന് പറഞ്ഞത്. അപ്പോൾ ഞാൻ ഇപ്പം എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് കിട്ടിയിട്ടില്ല. അപ്പം അതിന് മുൻപ് ഇന്നത്തെ ഒരു വീഡിയോക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കോഡ്സും സെറ്റ് ചെയ്യാമെന്ന് വെച്ചിട്ടാണ് ഞാൻ കുറച്ച് കോഡ്സ് ആയിട്ടാണ് ആക്ച്വലി വന്നത്. സോ ഞാൻ പറഞ്ഞ പോലെ തന്നെ എപ്പിസോഡ് 34 നമ്മൾ കോമൻ സെക്ഷനിലെ കോഡ്സ് ആവും. യെസ്, ഡെഫിനറ്റ്ലി നമ്മൾ ചെയ്യുക. അത് ഏത് വീഡിയോ മുതലാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 15ാമത്തെ വീഡിയോ മുതലാണ് നമ്മൾ ആക്ച്വലി എടുക്കുന്നത് കോമൺ സെക്ഷൻ. അപ്പോൾ അത് കംപ്ലീറ്റ് നമുക്ക് ഒറ്റ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. ലൈക്ക് നമ്മൾ പോകെ ഓരോ വീഡിയോസ് ആയിട്ട് ഇങ്ങനെ കോമൺ സെക്ഷനിലെ കോട്ട്സ് ഒക്കെ വരും. സോ നിങ്ങൾ കോട്ട് എഴുതാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ, ലൈക്ക് കോട്ട് മാത്രമല്ല നല്ല നല്ല റൈറ്റിങ്സ് എഴുതാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ കോമൺ സെക്ഷനിൽ ജസ്റ്റ് എഴുതി പോസ്റ്റ് ചെയ്യുക. ആൻഡ് നമ്മുടെ പേജായ ഞാൻ ഹാബിൽ ഇൻസ്റ്റഗ്രാമിൽ നമ്മൾ ഇതിൻ്റെയൊക്കെ ഷോർട്സ് റീൽസ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. സോ അത് പോയി കാണുക. അതിലും നിങ്ങൾ എഴുതുന്ന നല്ല നല്ല കോഡ്സും റൈറ്റിങ്സും നമ്മൾ എന്ത് ചെയ്യും, അതിലും പോസ്റ്റ് ചെയ്യും. സോ അത് ഫോളോ ചെയ്ത് വെക്കുക. ആൻഡ് ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ നമുക്ക് എപ്പിസോഡ് നമ്പർ 30 പറയാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോട്ട് ഏതാണ്, റൈറ്റിംഗ് ഏതാണെന്ന് കോമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അതൊന്നെങ്കിൽ അതിൻ്റെ സമയം പറയാം, അല്ലെങ്കിൽ അതിൻ്റെ പേജ് പറയാം. മാക്സിമം നിങ്ങൾ അവരുടെ പേര് പറയാൻ നോക്കട്ടോ, ഏത് പേജാണെന്ന്. കാരണം അത് കാണുമ്പോഴാവും ചിലപ്പം അത് എഴുതിയ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊരു ഹാപ്പിനെസ് കിട്ടുക. സോ എപ്പിസോഡ് നമ്പർ 34 കാണാം. എനിവേ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.